ജോസ് കെ മാണി എവിടെ പോയാലും പ്രശ്നക്കാരനെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ജോസിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ സിപിഐഎം മുട്ടുമടക്കി. ജോസ് കെ മാണി വടിവെട്ടാൻ പോയിട്ടേയുള്ളൂ. സിപിഐഎം ഇനി അനുഭവിക്കാൻ കിടക്കുന്നുവെന്നും സജി മഞ്ഞക്കടമ്പൻ. ജോസ് കെ മാണി ഏത് മുന്നണിയിൽ ചെന്നാലും അവിടെ കുഴപ്പമുണ്ടാക്കുമെന്ന് പാലായിൽ തെളിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് പാലായിലെ സിപിഎം ജോസ് കെ മാണിയുടെ പണത്തിനും ധാർഷ്ട്യത്തിനും മുമ്പിൽ ഇന്ന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. സിപിഐ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു മുന്നണി ഈ മര്യാദ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടിന്റെ അയലോക്കത്ത് ഏതെങ്കിലും ഒരു വീട്ടിലെ കല്യാണം ആലോചിക്കുകയാണെങ്കിൽ അവിടുത്തെ കാരണവന്മാർ അവിടുത്തെ മകൾക്കോ അല്ലെങ്കിൽ മകനോ കല്യാണം ആലോചിക്കും. ആ കല്യാണത്തിന് നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ പോയി അതിൽ പങ്കെടുത്ത കല്യാണം ഭംഗിയായി നടത്തി കൊടുക്കാൻ സഹകരിക്കുക. അതാണ് നമ്മുടെ ദൗത്യം. അല്ലാതെ അയലോക്കത്തെ വീട്ടിലെ കല്യാണം ആലോചിക്കാനും അവർക്ക് അല്ലെങ്കിൽ അവിടുത്തെ പെണ്ണ് ഏതെങ്കിലും കല്യാണം ഉറപ്പിച്ചാൽ അത് കൊള്ളില്ല, ഇതാണ് കൊള്ളുന്നത് എന്ന് പറയുന്ന പണിയാണ് ജോസ് കെ മാണി നടത്തിയിരിക്കുന്നത്. ഇത് സിപിഎമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജോസ് കെ മാണിയുടെ ഈ ധാർഷ്ട്യം അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. ജോസ് കെ മാണി അടിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. ഇത് രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വിശ്വാസം, സിപിഎമ്മിനുള്ള വിശ്വാസം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ സൂചിപ്പിക്കാവൂ. ജി ശ്രീജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീജിത്ത്, സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞതുപോലെ മുട്ടുമടക്കി സിപിഎം തീരുമാനം തന്നെ സിപിഎം എടുത്തിരിക്കുന്നു. ജോസ് കെ മാണിക്ക് പൂർണ്ണമായും വഴങ്ങിക്കൊണ്ട് ബിനു പുളിക്കകണ്ടത്തെ ഒഴിവാക്കിക്കൊണ്ട് നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയെ സിപിഎം പ്രഖ്യാപിക്കുകയാണ്. ജോസിൻ ബിനോയാണ് സിപിഎമ്മിന്റെ പുതിയ നഗരസഭാ സ്ഥാനാർത്ഥി. എന്തായാലും ബിനു പുളിക്കകണ്ടത്തിന്റെ പേരായിരുന്നു അവസാന നിമിഷം വരെ ഉയർന്നു കേട്ടിരുന്നത്. സിപിഎമ്മിന്റെ ചിഹ്നത്തിൽ, പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരേ ഒരു അംഗമായിരുന്നു ബിനു പുളിക്കകണ്ടം. മാത്രമല്ല, മുൻ അനുഭവങ്ങൾ, കഴിഞ്ഞ തവണ അതിന് മുൻപത്തെ തവണയൊക്കെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അനുഭവം കൂടിയുള്ള ആളായിരുന്നു ബിനു പുളിക്കകണ്ടം. ആ ബിനു പുളിക്കകണ്ടത്തെ വേണ്ടെന്ന് വെക്കാൻ സിപിഎം തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പാലായിൽ ജോസ് കെ മാണി വിഭാഗവുമായി ഉണ്ടായ ഒരു തർക്കമാണ്, അല്ലെങ്കിൽ നേരത്തെ 2020 ജോസ് കെ മാണി വിഭാഗം അംഗം ബൈജു കൊലപ്പറമ്പിലുമായി ബിനുവും തമ്മിൽ ഏറ്റുമുട്ടുന്ന സംഭവം ഉണ്ടായി. അതാണ് ഈ കേസിൽ നിർണായകമായത്. അന്ന് മുതൽ കേരള കോൺഗ്രസ് എമ്മിന് ബിനു ശത്രുവായിരുന്നു. ആ ശത്രുത ഈ അവസാന ഘട്ടത്തിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ബിനുവിനെ വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് എം എന്ന് തന്നെ കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും സംസ്ഥാന നേതൃത്വം, ജോസ് കെ മാണി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ബിനുവിനെ ആക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. കടുത്ത സമ്മർദ്ദമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനൊടുവിൽ സംസ്ഥാന നേതൃത്വം തന്നെയാണ് ഏരിയ കമ്മിറ്റിക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയത്. ബിനു അല്ലാതെ മറ്റാരെങ്കിലും പരിഗണിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് ജോസിൻ ബിനു എന്ന പേരിലേക്ക് എത്തിയത്. പാലായിലെ സാമുദായിക സമവാക്യങ്ങളെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ജോസിൻ ബിനുവിനെ ഈ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ജോസിൻ ബിനു അല്പസമയം മുമ്പ് നോമിനേഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ബിനു പുളിക്കകണ്ടത്തിന്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹം യോഗത്തിന് ശേഷം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം പുറത്തേക്ക് ഈ യോഗത്തിൽ വോട്ട് ചെയ്യാനായി പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 11 മണിക്ക് ശേഷം തന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്താണ് എന്ന് കൃത്യമായി പറയാമെന്ന് ബിനു പറയുന്നുണ്ട്. പക്ഷേ താൻ ആക്രമിക്കപ്പെട്ടു എന്നൊരു വാക്ക് ബിനു കൃത്യമായി പറയുന്നുണ്ട്. ജോസിൻ ബിനുവും ഈ ബിനുവിനെ ഒഴിവാക്കിയതിൽ വിഷമമുണ്ട്. തങ്ങളുടെ നേതാവ് എപ്പോഴും ബിനു തന്നെയാണ്, ബിനുവിന്റെ പിന്തുണയും ഒക്കെ ഇനിയും ഉണ്ടാകും എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ബിനുവിന്റെ പ്രതികരണം ഇനി ഉള്ളത് നിർണായകമാണ്. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഒരുപക്ഷെ സിപിഎം അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളെ ഒരു ഘടകകക്ഷിക്ക് വേണ്ടി ഒഴിവാക്കി മറ്റൊരാളെ തെരഞ്ഞെടുക്കുന്നു എന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയം കൂടി ജോസ് കെ മാണിക്ക് വഴങ്ങിക്കൊണ്ട് പാലായിൽ സിപിഎം എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ ഒരു സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. സിപിഎമ്മിന് അങ്ങനെ വഴങ്ങിയൊരു ചരിത്രമൊന്നുമില്ല. വീരേന്ദ്രകുമാറിന് സീറ്റ് നൽകാത്ത കാര്യവും RSPക്ക് സീറ്റ് നൽകാത്ത കാര്യവും അന്നൊക്കെ സിപിഎം എടുത്ത ഒരു കടുത്ത നിലപാടുണ്ട്. അതിനപ്പുറത്തേക്ക് ജോസിനെ മുന്നണിയിൽ നിന്ന് കളയരുത്, ജോസിന് എല്ലാ തരത്തിലുള്ള പിന്തുണയുണ്ട്, ജോസിന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കണം എന്ന നിലപാടിലേക്ക് സിപിഎം മാറുന്നു എന്നുള്ളത് സിപിഎം അണികൾക്കിടയിലും സിപിഐ പോലുള്ള പാർട്ടികൾക്കിടയിലും കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇത്തരത്തിലുള്ള വാശി പാടില്ലെന്ന് സിപിഎം നേരത്തെ തന്നെ ജോസ് കെ മാണിയോട് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അവസാനം ജോസ് കെ മാണി എന്താണോ വിചാരിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസ് വിഭാഗം എന്താണോ കരുതിയിരുന്നത് അതുതന്നെ സംഭവിക്കുന്ന സാഹചര്യമാണ് പാലായിൽ നടക്കുന്നത്. എന്താണ് സിപിഎം മുട്ടുകുത്തി ജോസ് കെ മാണിക്ക് മുന്നിൽ എന്താണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സിപിഎം ജോസ് കെ മാണിയുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ മുട്ടുമടക്കി എന്ന് തന്നെ വേണം പറയാൻ. സിപിഎമ്മിന്റെ
അല്ലെങ്കിൽ ജനങ്ങളുടെ CPM-നുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു CPM പിന്നെ കണ്ടൊരു ബുദ്ധി, ജോസ് കെ മാണിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം എന്നൊരു സ്വപ്നമുണ്ട്. അത് നേടിയെടുക്കാനായി CPM-വുമായി മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി അദ്ദേഹം BJP മുന്നണിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് CPM മുട്ടുമടക്കിയെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു CPI പറഞ്ഞു ജോസ് കെ മാണി മുന്നണി മര്യാദ പാലിക്കുന്നില്ല, എഗ്രിമെന്റുകൾ പാലിക്കുന്നില്ല ഇന്നലെ CPI പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊക്കെ അറിയാം UDF-ൽ നിന്ന കാലത്താണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഓരോ തരത്തിലും കോട്ടയം ജില്ലാ പഞ്ചായത്ത് വിഷയം ഉൾപ്പെടെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ UDF ഉണ്ടാക്കിയ ധാരണകൾ പാലിക്കാതെ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കി അദ്ദേഹം മുന്നണിയിൽ നിന്ന് വെളിയിൽ പോവുകയത്. അതുപോലെ തന്നെ ഇപ്പോ ഇവിടെ അദ്ദേഹം തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന് ഉടൻ കേന്ദ്രമന്ത്രി സ്ഥാനം ഓഫറുണ്ട്. ആ ഓഫർ സ്വീകരിക്കാനായി അദ്ദേഹം ഇവിടെ LDF-ൽ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. അത് CPM മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മുട്ടുമടക്കി CPM മടക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതായത് നിൽക്കക്കള്ളി ഇല്ലാതെ ഒരു തീരുമാനത്തിലേക്ക് കടന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? എത്തരത്തിലായിരിക്കും? സ്വാഭാവികമായിട്ടും CPI-ക്കകത്തു നിന്നും CPM-നുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇക്കാര്യത്തിൽ ഉയരും. അവിടെ ഒരു പൊട്ടിത്തെറിക്കില്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടനെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? തീർച്ചയായിട്ടും 100%. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മനഃപൂർവ്വം ബോധപൂർവ്വം പ്രശ്നമുണ്ടാക്കുക എന്നതാണ് ഇവിടെ ജോസ് കെ മാണി കണ്ട കാര്യം. ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെ അയൽവക്കത്ത് ഏതെങ്കിലും വീട്ടിലൊരു കല്യാണം, അവിടുത്തെ കാരണവന്മാർ ഏതെങ്കിലും അവരുടെ മക്കൾക്ക് ചെറുക്കനോ പെണ്ണോ ആലോചിച്ചു, അവരെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയൽവക്കാരൻ എന്ന് പറയുന്നത് നമ്മളെ വിളിക്കും. നമ്മളെ വിളിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമുക്ക് അവിടെ പോയി ആ കല്യാണം സഹകരിച്ച് നടത്തി കൊടുക്കുക, അല്ലെങ്കിൽ മാന്യമായി സഹകരിക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വം. പക്ഷേ അതിന് പകരം അയൽവക്കാരനായി ഞാൻ എന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കാരണവർ പറയാ, നിങ്ങൾ ഉറപ്പിച്ച കല്യാണം പോരാ, വേറൊരു കല്യാണം വേണം, ഇത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കലാപം ഉണ്ടാക്കി അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കി അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആ കല്യാണം ആരംഭിക്കുന്നത് പോലത്തെ പണിയാണ് ഇപ്പൊ ജോസ് കെ മാണിയുടെ കാണിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടേതായ തീരുമാനമെടുക്കുമ്പോൾ അതിൽ കയറി ഇടപെട്ടുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നെറികേട് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഈ നിലയിൽ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. പാലായിൽ പരാജയപ്പെട്ടു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയും തുടർന്നും അദ്ദേഹത്തിന് പാലായിൽ വിജയിക്കണമെന്നില്ല, പരാജയപ്പെടണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. ഏതായാലും അദ്ദേഹത്തിന് പിന്നെ ഒരു രക്ഷയുള്ളത് എക്കാലവും രാജ്യസഭ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ MP ബോർഡ് വെച്ച് നടക്കാൻ പറ്റും. ആ രാജ്യസഭ ബോർഡോടുകൂടി അദ്ദേഹം കേന്ദ്രമന്ത്രി ആവാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം അത് വിജയിക്കുമോ? അതേ പ്രവൃത്തികൾ അതേ രീതിയിൽ തന്നെയായിരിക്കും LDF-ൽ ഇനിയും ജോസ് കെ മാണി തുടരാൻ പോകുന്നത് എന്നാണ് സംശയം. അദ്ദേഹം തെളിയിച്ചല്ലോ, നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് പാലാ മുനിസിപ്പാലിറ്റി തെളിയിച്ചു. CPI കഴിഞ്ഞ 2 ദിവസമായി CPI-യുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെയും പറഞ്ഞല്ലോ, മുന്നണി മര്യാദ പാലിക്കുന്നില്ല, എഗ്രിമെന്റുകൾ പാലിക്കില്ലാത്ത ആളാണ് ജോസ് കെ മാണി എന്ന് പറഞ്ഞല്ലോ. അതിൽ കൂടെ എന്താ തെളിവ്? നമുക്ക് കഴിഞ്ഞ കാലത്ത് UDF-നെ തകർക്കാൻ ശ്രമിച്ച പോലെ ഇപ്പൊ LDF-ൽ പ്രശ്നം ഉണ്ടാക്കിയ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ BJP-യിലേക്ക് കടന്നു കയറുവാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു. അത് മാത്രമേ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പറയാം. ശരി, നന്ദി ശ്രീ സജി മഞ്ഞക്കടമ്പൻ. പ്രതികരിച്ചതിന് ജി ശ്രീജിത്ത് വീണ്ടും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതൊരു പാലായിലേതൊരു പ്രാദേശിക കാര്യം മാത്രമായി ഒതുക്കാൻ സാധിക്കുമോ? ധന്യ, പാലയിലെ രാഷ്ട്രീയം അങ്ങനെ ഒരു സമയത്തും ഒരു പ്രാദേശിക രാഷ്ട്രീയമായി ഒതുങ്ങാറില്ല. അത് എല്ലാ കാലത്തും അത് ദിവസങ്ങളോളം, നമ്മളിപ്പോൾ തന്നെ ഏതാണ്ട് കഴിഞ്ഞ 4 ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായി അത് മാറിയത് തന്നെ ആ രാഷ്ട്രീയത്തിന് കേരള രാഷ്ട്രീയത്തിലുള്ള ഒരു പ്രാധാന്യം കൊണ്ടുകൂടിയാണ്. അവിടെ ജോസ് ഗ്രൂപ്പിനെ UDF-ൽ നിന്ന് ഇപ്പുറത്ത് എത്തിച്ചപ്പോൾ മുതൽ തന്നെ, കേരള കോൺഗ്രസ് എമ്മിനെ എത്തിച്ചപ്പോൾ മുതൽ തന്നെ അത് വലിയ രാഷ്ട്രീയമായി മാറിയിരുന്നതാണ്. പിന്നീട് ഇനി അതും അവിടെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു അവർ പോകുന്നത്. ഇവിടെ ഇപ്പോൾ പാലാ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് CPM-ന് ഒരാളെ സ്വന്തമായി തീരുമാനിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് CPM അണികൾക്കിടയിലും പ്രത്യേകിച്ച് CPI ഒക്കെ ഭാവിയിൽ അത് ഉപയോഗിക്കാനുള്ള വലിയ സാധ്യത തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ സമ്മർദ്ദങ്ങൾക്ക് ഇനി ഘടകകക്ഷികളെ ഇത് മൂലം പ്രേരിപ്പിക്കുകയും ചെയ്യും. ആ സമയത്ത് അവർക്ക് കൂടി വഴങ്ങിയില്ല എങ്കിൽ അത് കൂടുതൽ ദുർവ്യാഖ്യാനങ്ങൾക്കൊക്കെ കാരണമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും CPM-നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് മധ്യ കേരളത്തിലൂടെ ജോസ് കെ മാണിയിലൂടെ കിട്ടുന്ന വോട്ടുകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജോസ് കെ മാണിക്ക് പാർട്ടിക്ക് ഇവിടെ ഒരു അടിത്തറയുണ്ട് എന്നുള്ളത് തന്നെയാണ് CPM-ന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ജോസ് സാധാരണ ഒരു മുന്നണിയിൽ ഇല്ലാത്ത രീതിയിൽ മുന്നണി മര്യാദകൾക്ക് അപ്പുറത്തേക്ക് എന്ന് ഒരു പക്ഷേ വിലയിരുത്താവുന്ന രീതിയിൽ അപ്പുറത്തുള്ളൊരു പാർട്ടിയുടെ ചെയർമാൻ ആരാകണം അല്ലെങ്കിൽ ആരാകരുത് എന്ന നിർദ്ദേശമൊക്കെ വെക്കുന്ന നില ഉണ്ടായിട്ടുള്ളത്. സാധാരണ UDF-ലും മറ്റും ചിലപ്പോഴെങ്കിലും വലിയ തർക്കങ്ങൾ ഘടകകക്ഷികൾക്കിടയിലോ ഒക്കെ കോൺഗ്രസുമായിട്ടോ ഒക്കെ ഉണ്ടാകാറുള്ള സാധ്യത പലപ്പോഴും ചില സമയത്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ LDF-ൽ അങ്ങനെ ഒരു പൊട്ടിത്തെറി, വലിയ പൊട്ടിത്തെറികൾ മാത്രമേ RSPയുടെ കാലത്തും അല്ലെങ്കിൽ RSP മുന്നണി വിട്ട കാലത്തും അല്ലെങ്കിൽ വീരേന്ദ്രകുമാറിന്റെ കാലത്തും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. അത് വീണ്ടും
ഇപ്പോൾ ജോസിന് മുന്നിൽ ഉണ്ടാകാതെ ജോസിന് വഴങ്ങാനാണ് CPM-ന്റെ ഇക്കാലത്തെ. ശരി, ശ്രീത്ത് തുടരാമോ? ഇപ്പോൾ VB ബിനു CPI-യുടെ ജില്ലാ സെക്രട്ടറിയാണ്. ശ്രീ ബിനു, താങ്കൾ ഇല്ലെങ്കിൽ CPI പൂർണ്ണമായി അംഗീകരിക്കുന്നുണ്ടോ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തെ? ഇപ്പൊ എടുത്തിട്ടുള്ള തീരുമാനം LDF ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ്. LDF നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ധാരണ തന്നെ ഈ ഒരു വർഷക്കാലം CPM അവരുടെ ചെയർമാൻ എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ പാർട്ടിയുടെ അവര് 6 പേരിൽ ആര് വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആ പാർട്ടിക്കുള്ളതാണ്. ആ പാർട്ടി തീരുമാനിക്കുന്നവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബാധ്യത LDF-ന്റെ എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോ LDF യോഗത്തിൽ അവരുടെ സ്ഥാനാർത്ഥി. ജോസ് കെ മാണിയുടെ വാശിക്ക് മുന്നിൽ CPM മുട്ടുകുത്തുന്നതിൽ CPI-ക്ക് അഭിപ്രായമില്ലേ? ഇല്ല, അങ്ങനെ ഒരു മുട്ടുകുത്തുന്ന പ്രശ്നമില്ല. ഇതിന് വ്യത്യസ്തമായ അഭിപ്രായം അവർ പരസ്യമായിട്ട് ആരും തന്നെ പറഞ്ഞിട്ടില്ല. CPM ആണ് തീരുമാനിക്കാനുള്ള അവകാശം എന്നാണ്. അവരുടെ സ്ഥാനാർത്ഥി ആരായിരിക്കണം തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ട് അവകാശം CPM-ന് തന്നെയാണ്. അതെല്ലാവരും അംഗീകരിക്കുമെന്നാണ് LDF യോഗത്തിൽ വളരെ കൃത്യമായി ധാരണ ഉണ്ടാക്കിയിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായ നിലപാട് പത്രങ്ങൾ മാധ്യമങ്ങളിൽ വന്നു എന്നല്ലാതെ അതിന് വ്യത്യസ്തമായ നിലപാട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അല്ല, എന്തുകൊണ്ടാണ് ഇപ്പോൾ CPM തീരുമാനിച്ച ആളുടെ പേര് വെട്ടുക, അത് ജോസ് കെ മാണി അത് വെട്ടി മറ്റൊരാളെ പറയുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എതിർപ്പ് ഉയരേണ്ടതല്ലേ? CPI എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രതികരിക്കാതിരുന്നത്? അല്ല, CPM കേരള കോൺഗ്രസ് എന്നോ CPI എന്നുള്ള വിഷയമല്ല. ഘടകകക്ഷികൾ എല്ലാവരും ഒരുപോലെ തീരുമാനിച്ചൊരു കാര്യം ഇത്. അതിന് വ്യത്യസ്തമായ അഭിപ്രായം മാധ്യമങ്ങളിൽ വന്നു എന്നല്ലാതെ LDF യോഗത്തിലോ നാളെ ഇതുവരെ ഒരു ചർച്ചയിലോ നമ്മൾ ഘടകകക്ഷികൾ എന്നുള്ള നിലയിലോ ഉന്നയിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ വന്ന ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലതും കേട്ടു എന്നുള്ളതല്ലാതെ LDF-ന്റെ നാളിതുവരെ എടുക്കുന്ന സമീപനം ഏത് ഘടകകക്ഷിക്കാണോ അവിടെ ചെയർമാൻഷിപ്പ് കൊടുത്തിട്ടുള്ളത് ആ പാർട്ടിക്ക് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. CPM ആണ് ഇപ്പൊ തീരുമാനിച്ചത് അവരുടെ കാൻഡിഡേറ്റ് ഇന്നയാളാണ് ചെയർപേഴ്സൺ ആകേണ്ടത്. അതായത് യാതൊരു ഇടപെടലും ജോസ് കെ മാണിയുടെ ഇതില്ലെന്നാണോ? ഇല്ലില്ല, ഒരിടപെടലും ഉണ്ടായിട്ടില്ല. ആരും വ്യത്യസ്തമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇടപെടലുണ്ടാകാൻ LDF-ന് ഒരു ഘടകകക്ഷി അനുവദിക്കുന്ന പ്രശ്നമില്ല. ശരി, വളരെ നന്ദി ശ്രീ ബിനു പ്രതികരിച്ചതിന്. ശ്രീത്ത് വീണ്ടും തുടരുന്നുണ്ട്. ശ്രീത്ത് നേരത്തെ പറഞ്ഞു വന്നത് ഘടകകക്ഷികൾക്കുള്ള എതിർപ്പാണ്. അതിൽ ഉണ്ടാകാൻ പോകുന്ന വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന ചർച്ചകളെ കുറിച്ചാണ്. എങ്ങനെയായിരിക്കും? തീർച്ചയായും CPI അങ്ങനെ ഒരു പരസ്യ നിലപാട് CPM നിലപാട് അംഗീകരിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് സ്വാഭാവികമാണ് CPI അടക്കം കഴിഞ്ഞ ദിവസം ഒരു കേരള കോൺഗ്രസ് എമ്മിനെതിരെ തുറന്നടിച്ചത് പാറത്തോട് പഞ്ചായത്ത്, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെക്കാത്ത നടപടിയെ പ്രതിഷേധിച്ചുകൊണ്ടാണ്. ഇപ്പുറത്ത് ഇനി CPI ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടാക്കുക എന്നുള്ളതല്ല, എന്തെങ്കിലും ഒരു ക്ലെയിം വരുന്ന സമയത്ത്, ഒരു ആവശ്യങ്ങൾ വരുന്ന സമയത്ത് കുറച്ചുകൂടി കടുംപിടുത്തത്തിന് CPIക്ക് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പുറത്തെ ഏതെങ്കിലും പാർട്ടി ചിഹ്നത്തിലുള്ള ഒരാളായിരുന്നുവെങ്കിൽ CPM-ന് പിന്നെയും പറഞ്ഞു നിൽക്കാമായിരുന്നു. അതിനപ്പുറത്തേക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരേ ഒരു CPM അംഗത്തെ ഒഴിവാക്കിക്കൊണ്ട് അപ്പുറത്തെ ഒരു സ്വതന്ത്രയെ പരിഗണിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും പ്രായോഗിക രാഷ്ട്രീയത്തിൽ മുന്നണികളെ മറ്റ് കക്ഷികളെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു തന്ത്രം തന്നെയാണ് CPM ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അതിന് CPM-നെ നമുക്ക് കുറ്റം പറയാനാവില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിൽ ആരോപണ നേരത്തെ ജോസഫ് വിഭാഗമൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ, സജി മഞ്ഞക്കടമ്പിലൊക്കെ പറഞ്ഞതുപോലെ ജോസ് കെ മാണി പണി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന തരത്തിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ എതിരാളികൾ അത് രാഷ്ട്രീയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭാവിയിലുള്ള ചർച്ചകളിൽ, ഉഭയകക്ഷി ചർച്ചകളിലൊക്കെ CPI പോലുള്ള പാർട്ടികൾ കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള ഒരു സാധ്യത കൂടി തെളിയുകയാണ്. കടുംപിടുത്തങ്ങൾക്കുള്ള സാധ്യതകളും ഇവിടെ തുടങ്ങാൻ സാധ്യതയുണ്ട്. ശരി, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുകൊണ്ടാകാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്തായാലും പാലയിൽ എന്ത് നടക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.